നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് 1885 മുമ്പായിട്ട് ഇന്ത്യയിൽ നിലനിന്നിരുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ്. അത് കോൺഗ്രസ് വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ നിന്ന് പൊളിറ്റിക്കൽ പാർട്ടീസ് ഏതൊക്കെ, അവിടെ ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്, ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുക എന്നുള്ള കാര്യം നമുക്കൊന്ന് പറയാം. ഇതൊരു സെൽഫ് എക്സ്പ്ലനേറ്ററി പോർഷൻ ആണ്. ഞാൻ നോട്ട്സ് ഇടാന്ന് പ്രധാനമായിട്ട് തരുന്നതായിരിക്കും. പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമാണ് ക്ലാസ് ഡിസ്കസ് ചെയ്തുള്ളൂ. ഇത് സിലബസിൽ പറയുന്ന ഒരു സെക്ഷൻ അല്ല. ഓക്കെ, അപ്പം നോട്ട്സ് നിങ്ങൾക്ക് എക്സ്റ്റൻസീവിൽ തന്നു വിടാം. മേജർ പോയിന്റ് ഒക്കെ ക്ലാസ് തന്നെ പറഞ്ഞിട്ടു. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ദേശീയത, ഇന്ത്യൻ ദേശീയത എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഇപ്പൊ കാലാപാനി സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലേ? കാലാപാനി, അതായത് മോഹൻലാലിന്റെ മുഖത്ത് നോക്കി ഒരു ബ്രിട്ടീഷ് വനിത ചോദിക്കുന്ന ഡയലോഗ്, വാട്ട് ഈസ് ഇന്ത്യ, ഡിഡ് യു ഹാഡ് എ കോൺസെപ്റ്റ് ഓഫ് ഇന്ത്യ ഈവൻ ബിഫോർ ദ അറൈവൽ ഓഫ് ബ്രിട്ടൻ എന്ന് ചോദിക്കുന്നുണ്ട്. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ദേശീയത എന്നൊരു വികാരം പോലും ഇല്ലായിരുന്നു. നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടതാ. ഇന്ത്യ ഒരു ദേശം, എ നേഷൻ സ്റ്റേറ്റ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പാട്രിയോട്ടിസം, ഈ കൺസെപ്റ്റ് ഒന്നും വന്നില്ല. അപ്പൊ ഈ ഏത് ഘട്ടം മുതലാ ദേശീയത എന്നൊരു വികാരം ഇന്ത്യക്കാരുടെ സിരകളിൽ വന്നു തുടങ്ങിയെന്നുള്ള ചോദ്യമുണ്ട്. യൂറോപ്പിലെ കേസ് ഇങ്ങനല്ല. യൂറോപ്പിലെ എക്സ്ക്ലൂസീവ് നാഷണലിസം എന്നൊരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. നമ്മളത് വേൾഡ് ഹിസ്റ്ററിയിൽ പഠിക്കും. അവിടെ ഫ്രഞ്ച് റവല്യൂഷന് മുമ്പ് തന്നെ രാജ്യം അല്ലെങ്കിൽ ദേശീയത, നാഷണലിസം എന്നുള്ള വികാരം ഇവിടെ ഭയങ്കരമായിരുന്നു. ഇന്ത്യ, അതായത് 1789 മുമ്പ് അല്ലെങ്കിൽ 1700s മുമ്പ് തന്നെ, അല്ലെങ്കിൽ ഗ്ലോറിയസ് റവല്യൂഷൻ ആ ഒരു പീരീഡിൽ തന്നെ യൂറോപ്പിൽ മുഴുവൻ ദേശീയത എന്നൊരു വികാരമുണ്ട്. ദേശം, വി ബിലോങ്സ് ടു എ നേഷൻ എന്നൊരു വികാരം അവിടെ ഉണ്ട്. അതൊരു സൈക്കോളജിക്കൽ ആസ്പെക്ട് ആണ്. അപ്പൊ ഇന്ത്യയിൽ ദേശീയത ഇവോൾവ് ചെയ്യുന്നത് 19ാം നൂറ്റാണ്ടിൽ മാത്രമാണ്. വളരെ ലേറ്റ് ആയിട്ട് ഇന്ത്യയിലെ ദേശീയത ഇവോൾവ് ചെയ്തത്. അതിന്റെ റീസൺസ് എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കണം. എഗെയിൻ ഇതൊരു ടോപ്പിക്കാണ്. പെസ്റ്റൽ അപ്രോച്ചിൽ നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് പഠിക്കാം. പൊളിറ്റിക്കൽ റീസൺ എന്തായിരിക്കും? ഇന്ത്യൻ ദേശീയത ഇവോൾവ് ചെയ്യുന്ന പൊളിറ്റിക്കൽ റീസൺ എന്താ? നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൽ ആരാ? ഇന്ത്യയുടെ പൊളിറ്റിക്കൽ റീസൺ എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൽ ആരാ നോക്കുക. ഹിസ്റ്ററി പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഈ പെസ്റ്റിൽ കയ്യിലുണ്ടെങ്കിൽ പോയിന്റ്സ് ഇങ്ങനെ ചെറുതാന്ന് കിട്ടും നമുക്ക്. ബ്രിട്ടീഷുകാരല്ലേ? ബ്രിട്ടനിൽ ദേശീയത എന്നൊരു വികാരം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു യൂറോപ്പിൽ ദേശീയത എന്നൊരു വികാരം പണ്ടോട്ടേ ഉണ്ട്. ഗ്ലോറിയസ് റവല്യൂഷൻ നമ്മൾ ക്ലാസ്സിൽ പഠിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അപ്പം നമ്മളെ ഭരിക്കുന്ന ബ്രിട്ടനിൽ നാഷണലിസം ഉണ്ട്. അപ്പൊ അതിന്റെ ഇൻഫ്ലുവൻസ് ഇന്ത്യയിലും കാണും. കാര്യം അവിടുത്തെ ആൾക്കാരെ ഇന്ത്യയിൽ വരുന്നത്. അപ്പം ആ ഐഡിയൽസ് ഇങ്ങോട്ട് വരും. വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, അതായത് പാശ്ചാത്യ വിദ്യാഭ്യാസത്തിനകത്താണ് നമ്മൾ നാഷണലിസത്തെ പറ്റിയൊക്കെ ആദ്യമായിട്ട് വായിക്കുന്നത്, പഠിക്കുന്നത്. ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് ആണ്. മണ്ണ് നമ്മുടെയാണെന്നുള്ള ചിന്ത, ഒരു രാജ്യം, ആ ജനത, കൾച്ചർ, ദ സോയിൽ ദെയർ, ആ ഒരു ചിന്ത നമുക്ക് വരുന്ന വെസ്റ്റേൺ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൽ കൂടെയാണ്. മാത്രമല്ല ഈ സമയത്തെ സോഷ്യൽ റീസൺ എന്താ നോക്കാം. നമ്മുടെ സിലബസ് എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ്. കഴിഞ്ഞ KS ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതായത് സാമൂഹ്യ മതപരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. ഇതിനണ്ടറിൽ കുറെ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇത് നമുക്ക് നമ്മൾ ഒരു ഫുൾ ക്ലാസ് നമ്മൾ ഈ ഒരു ടോപ്പിക് ആയിരിക്കും എടുക്കുക. നമ്മുടെ സിലബസ് എടുത്ത് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് സോഷ്യൽ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ്. കാര്യം മതങ്ങൾ പരിവർത്തനപ്പെട്ടതോടുകൂടി ഇന്ത്യക്കാർക്ക് കുറച്ച് വിവരം വന്നു. അത് ദേശീയതയെ വളർത്താൻ കാരണമായി. നമ്മൾ അത് ആ ടോപ്പിക് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. യെസ്, ബ്രിട്ടീഷുകാർ ഈ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സിനെ അധികം പിന്തുണയ്ക്കുന്നില്ല. അതിനെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ശരിയായിക്കോട്ടോ. പിന്നീട് എന്താ, ബ്രിട്ടീഷുകാരുടെ ഒപ്രസീവ് എക്കണോമിക് ആൻഡ് കൾച്ചറൽ പോളിസീസ്. നമ്മൾ ഒരു വീട്ടിൽ താമസിക്കാതിരിക്കട്ടെ, എല്ലാവരും പരസ്പരം തമ്മിൽ. പക്ഷെ പുറത്തു നിന്ന് ഒരാൾ നമ്മളെ ഉപദ്രവിക്കാൻ വന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അയാളെ നേരിടാൻ വേണ്ടി നമ്മൾ ഒരുമിച്ചിരിക്കും. ഒരു പാക്ക് മെന്റാലിറ്റി, ഒരു കേവ്മെൻ മെന്റാലിറ്റി ആണ് അഭിപ്രായം പറ്റുക. നമുക്കിടയിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരു കോമൺ എനിമി, പൊതു ശത്രു വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് പൊതു ശത്രുവിനെ നേരിടാൻ വേണ്ടി ഒരുമിച്ച് നിൽക്കും. ബ്രിട്ടീഷുകാരുടെ പോളിസീസ്, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, റെയിൽവേസ്, ടെലിഗ്രാഫ്, അതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തു. പിന്നീട് പത്രങ്ങൾ ദേശീയതയെ വളർത്തി. പിന്നെ നമുക്കറിയാം 1850s റിവോൾട്ടിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. പിന്നീട് ലിറ്റനും കർസനും അടക്കമുള്ള ഗവർണർ ജനറൽസിന്റെ ഇത് നിങ്ങൾ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്? ലിറ്റൻ വളരെ മോശം, അല്ലെങ്കിൽ ഇന്ത്യയെ ചൂഷണം ചെയ്ത വൈസ്രോയ ലിറ്റൻ. ലിറ്റനെ മാറ്റിയിട്ട് എന്തിനാ റിപ്പണെ കൊണ്ടുവന്നേ? റിപ്പൺ അടിപൊളി മനുഷ്യനായിരുന്നു അല്ലെ? ബ്രിട്ടീഷുകാരുടെ ഉദ്ദേശം ഇന്ത്യയെ ചൂഷണം ചെയ്യാന്നുള്ളതായിരുന്നെങ്കിൽ ലിറ്റനെ പോലെ വേറൊരുത്തിനെ ഇങ്ങോട്ട് അയച്ചാൽ പറയാനോ? ബ്രിട്ടീഷുകാർക്ക് അറിയാം, നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ ചൂഷണം ചെയ്തു കഴിഞ്ഞാൽ ചൂഷിത വർഗത്തിനിടയിലുള്ള ഐക്യം കൂടും. അവർ സംഘടിച്ച് ഇവർക്കെതിരെ പെരുമാറും. റെസിസ്റ്റൻസ് കൂടും. എക്സാക്ട്ലി റെസിസ്റ്റൻസ് കൂടും. അപ്പൊ ഇവിടെ നമ്മൾ കോൾഡ് സ്റ്റാർട്ട് ഡോക്ട്രിൻ എന്നൊക്കെ പറയുന്ന സോഷ്യോളജിക്കൽ തിയറീസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് അറിയാം, ഗവൺമെന്റ് ഒരു സംഭവം കൊണ്ടുവന്നു കഴിഞ്ഞാലും അധികം കടുപ്പിക്കാൻ പോകത്തില്ല. അതിനെ കടുപ്പിച്ചു കഴിഞ്ഞാൽ അത് പ്രതിപക്ഷത്തിന് എപ്പോഴും ഒരു മുതൽക്കൂട്ടായിരിക്കും, ഒരു നെഗറ്റീവ് പോളിസി കൊണ്ടുവന്നാലും. അതുകൊണ്ടാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ്സ്
വളരെ മോശപ്പെട്ട ഒരു വൈസ്രോയി ഉണ്ടെങ്കിൽ അയാൾക്ക് ശേഷം നല്ലൊരു വൈസ്രോയി നമ്മൾ അപ്പോയിന്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ലിറ്റന് ശേഷം റിപ്പൺ വന്നു അല്ലേ? അതുപോലെ വാറൻ ഹേസ്റ്റിങ്ങിന് ശേഷം ആരാ വരുന്നത്? വാറൻ ഹേസ്റ്റിംഗ് എന്ന് വെച്ചാൽ അങ്ങനെ ഇംപീച്ച് ചെയ്ത് കളയേണ്ട മനുഷ്യനാണ്. അങ്ങനെ ഇംപീച്ച്മെന്റ് മോശം വരെ നേരിട്ട വളരെ കറപ്റ്റഡ് ആയിട്ടുള്ള വൃത്തികെട്ട മനുഷ്യനായിരുന്നു വാറൻ ഹേസ്റ്റിംഗ്. നന്ദകുമാർ എപ്പിസോഡ് നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്യും. വാറൻ ഹേസ്റ്റിംഗിന് ശേഷം ആരാ വന്നേ? ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഭരണാധികാരികൾ ഒരാൾ ആരായിരുന്നു വാറൻ ഹേസ്റ്റിംഗിന് ശേഷം വന്നേ? ബെൻഡിക് അല്ലേ? അതാണ് ബ്രിട്ടീഷുകാരുടെ സ്ട്രാറ്റജി. സോ കൂടുതൽ ചൂഷണം ചെയ്യുന്നത് കഴിഞ്ഞാൽ പ്രശ്നമാണ്. നമ്മള് ഈ ഹിറ്റ്ലറും ബ്രിട്ടീഷുകാരൊക്കെ യൂസ് ചെയ്തൊരു സോഷ്യോളജി തിയറി ഉണ്ട്, ഈ ഫ്രോഗ് ഇൻ എ ബോയിൽഡ് വാട്ടർ എന്ന് പറയും. അതായത് ഒരു തവളയെ പിടിച്ച ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ തവള ചാടിപ്പോകും. അതുകൊണ്ട് തന്നെ പക്ഷെ ഒരു തവളയെ വെള്ളത്തിനകത്ത് ഇട്ടിട്ട് ആ വെള്ളം പെതുക്കെ ചൂടാക്കിയാലോ, അത് ചൂട് കൂടുതൽ തവളെ അറിയത്തില്ല. അവസാനം അവിടെ തന്നെ ഇരുന്ന് വെള്ളം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തവളയ്ക്ക് ചാടാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിപ്പോകും. അതിനകത്ത് നിന്ന് വെന്ത് മരിക്കും. ഇതാണ് ബ്രിട്ടീഷുകാർ യൂസ് ചെയ്യുന്നത്. ഒറ്റയടിക്ക് ഇന്ത്യക്കാരുടെ ചൂടുവെള്ളത്തിട്ട് എന്ത് പറ്റും? ചാടിപ്പോവാൻ നമ്മള്, അല്ലെങ്കിൽ നമ്മൾ റിയാക്ട് ചെയ്യും. പക്ഷെ പെതുക്കെ വെള്ളം ചൂടാക്കുകയാണെങ്കിലോ, ഈ ടോക്സിക് റിലേഷൻഷിപ്സ് ഒക്കെ അങ്ങനെയാണ്. നിങ്ങൾ നോക്കിയാൽ അറിയാം. ഇത് അഡ്മിനിസ്ട്രേഷനിലും ഉണ്ട്, പേഴ്സണൽ റിലേഷൻഷിപ്സിലും ഉണ്ട്, സൊസൈറ്റിയിലും ഉണ്ട്, പൊളിറ്റിക്സിലും എല്ലായിടത്തും ഉണ്ട്. അപ്പം ആ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിനകത്ത് ഇടയ്ക്കിടയ്ക്കുള്ള ഒരു എന്താ പറയാ, ഒരു ബ്ലോസം പീരീഡ് ആണ് ഇനി വരാൻ പോകുന്ന ആൾക്കാരുടെ സമയം. അതായത് റിപ്പൺ പോലുള്ള ആൾക്കാരുടെ സമയം. കാണുമ്പോൾ മനസ്സിലാവും പക്ക ടോക്സിക് ആയിരുന്നു ബ്രിട്ടീഷുകാരുടെ അപ്രോച്ച്. ചിലപ്പോൾ വളരെ ബെനവലന്റ് ആയിട്ട് പെരുമാറും, തൊട്ട് അടുത്ത നിമിഷം ഒരു പണി തരും. നമ്മൾ ആ എപ്പിസോഡ്സിനെ പഠിക്കാൻ പോവാണ്. ഇവിടെയാണ് പ്രീ കോൺഗ്രസ് പൊളിറ്റിക്കൽ അസോസിയേഷൻ, കോൺഗ്രസിന് മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടികളെ അടുത്ത് പരിചയപ്പെടേണ്ടത്. ഇതിനെ നമ്മൾ 3 ഡയമെൻഷനിലാണ് പഠിക്കുന്നത്: ബംഗാൾ പ്രസിഡൻസി, മദ്രാസ് പ്രസിഡൻസി, പിന്നെ എവിടെ ആയിരിക്കും? ബംഗാൾ, മദ്രാസ്, പിന്നെ ബോംബെ അല്ലേ ഉള്ളൂ, ബോംബെ പ്രസിഡൻസി. കാര്യം ഇന്ത്യയിൽ 3 പ്രധാനപ്പെട്ട പ്രസിഡൻസീസ് ആയിരുന്നു ഉണ്ടായിരുന്നു അല്ലെ? യെസ്, വെരി ഗുഡ് രേഷ്മ. അപ്പൊ നമുക്ക് ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോൺട്രവേഴ്സ്യൽ ആണ്. എന്തായാലും ഇന്റർനാഷണൽ കോൺഗ്രസ് അല്ല, അത് 100% ഉറപ്പ്. നമ്മുടെ കയ്യിലുള്ള ഡേറ്റ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ബാങ്ക് ഭാഷാ പ്രകാശിക സഭയാണ്. 1836 രാജാറാം മോഹൻ റോഡ് ചില സുഹൃത്തുക്കൾ ചേർന്നിട്ട് ബംഗാൾ ഭാഷ, എസ് രമ്യ, വെരി ഗുഡ്, ബംഗാൾ ഭാഷയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒരു പൊളിറ്റിക്കൽ അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഈ കാലഘട്ടം ഞാൻ ഇനി പറയാൻ പോകുന്ന പോയിന്റ്സ് താഴോട്ടുള്ള അസോസിയേഷൻസിനൊക്കെ ബാധകമാണ്. അത് ഞാൻ ഓരോ പ്രാവശ്യം പോയിന്റ് റിപ്പീറ്റ് ചെയ്തിട്ടില്ല. ഈ സമയത്തെ നമ്മുടെ ഒരു ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയുടെ പ്രശ്നങ്ങളൊന്നും അറിയത്തില്ല. ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ നമ്മൾ ബ്രിട്ടീഷുകാരെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ നമുക്ക് കൂടുതൽ ഫെസിലിറ്റീസും കൺസെഷൻസും ഔദാര്യങ്ങളും തരും എന്നുള്ളത് നമ്മുടെ പ്രതീക്ഷ. അപ്പം ഈ കാലഘട്ടത്തിലെ പൊളിറ്റിക്കൽ അസോസിയേഷൻസ് 1905 വരെയുള്ള കോൺഗ്രസിന്റെ അവസ്ഥ ഇത് തന്നെ. കോൺഗ്രസ് വിചാരിച്ചിരുന്നത്, ഈ അസോസിയേഷൻസ് ഒക്കെ വിചാരിച്ചിരുന്നത് നമുക്ക് ബ്രിട്ടീഷുകാരെ നയത്തിന് കാര്യങ്ങൾ അവനങ്ങ് മനസ്സിലാക്കാം, അപ്പം പിന്നെ ബ്രിട്ടീഷ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയാണ്. അതുകൊണ്ട് തന്നെ 1905 നമ്മൾ സ്വരാജ് മാത്രമേ ചോദിക്കുന്നുള്ളൂ. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോകണോ എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നില്ല. 1929 മാത്രമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോകണം എന്നുള്ള ഡിമാൻഡ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് മുമ്പത്തെ നമ്മുടെ ഡിമാൻഡ് വെച്ചാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വേണം, ബ്രിട്ടീഷുകാർ ഇല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ ഒക്കത്തില്ല, വെള്ളക്കാരൻ കൊണ്ടുള്ള നമുക്കൊരു ശക്തിയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇരുന്നത്. ഈ അസോസിയേഷന്റെ സ്വഭാവം അതായത് ബ്രിട്ടീഷുകാർക്ക് പെറ്റീഷൻസ് അയക്കാം, ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. കോണ്ടെക്സ്റ്റ് മനസ്സിലായോ? ഇനി ഇതിന് ശേഷം വരുന്ന അസോസിയേഷൻ ആണ് ജാമീന്ദാരി അസോസിയേഷൻ. ഈ നമ്മൾ ഇപ്പം പറയുന്ന അസോസിയേഷൻസിലൊക്കെ അതിലെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയിലെ എലീറ്റ് ക്ലാസ് ആണ്. ജന്മിമാരും എഴുത്തുകാരും കവികളും ബിസിനസ്സുകാരും ലോയേഴ്സും ഒക്കെയാണ് ഇതിനകത്ത് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. സാധാരണക്കാർക്ക് ഇതിനകത്ത് ഒരു റോളും ഇല്ല. ഇതിനകത്ത് ഇത് റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ് ഇത് ഫുള്ള്. ഓക്കെ, അടുത്തത് ജാമീന്ദാരി അസോസിയേഷൻ ആണ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ജാമീന്ദാർസ് ആണ് ഇതിനകത്തുള്ളത്. ടാഗോർ ഫാമിലീസ് ഒക്കെ ഇതിന് സപ്പോർട്ടായിരുന്നു. പ്രസന്നകുമാർ ടാഗോറും ദ്വാരകാനാഥ് ടാഗോറും രാധാകാന്ത് ദെബും ഒക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലാൻഡ് ലോഡ്സ്, ജന്മിമാരുടെ കാര്യങ്ങൾ മാത്രമാണ് ഇവരുടെ ഫോക്കസ്, സാധാരണക്കാരുടെ കാര്യങ്ങൾ ഇവർക്ക് വിഷയമല്ല. അപ്പം ബംഗാൾ ബ്രിട്ടീഷ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തത് വില്യം ആദമാണ്. ഇത് ഒരു പ്രാവശ്യം PSCയിൽ ചോദിച്ചിട്ടുണ്ട്. ഇതും രാജാറാം മോഹൻ റോയുടെ സുഹൃത്തായിരുന്നു. ഇദ്ദേഹം രാജാറാം മോഹന്റെ സുഹൃത്തായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താ? ബ്രിട്ടീഷ് ജനതയെ ഇന്ത്യയുടെ പ്രശ്നം പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പൊ അവരെന്ത് ചെയ്യും? നമുക്ക് വേണ്ടുന്ന കൺസെഷൻസ് തരും എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ പ്രതീക്ഷ. ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ ഉണ്ട്.
ഇത് നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാവുന്ന ഏരിയ. കാര്യം ലാൻഡ് ഹോൾഡർ സൊസൈറ്റിയും ഈ പറഞ്ഞ ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യൻ സൊസൈറ്റിയും മെർജ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന വളരെ വലിയൊരു ഓർഗനൈസേഷൻ ആയത്. അതുപോലെ ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അത് ഈ രണ്ട് അസോസിയേഷനും മെർജ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവരുടെ മോഡസ് ഓപ്പറandi എന്താ? ഇന്ത്യക്കാരുടെ പ്രശ്നം ബ്രിട്ടീഷുകാരെ പറഞ്ഞ് മനസ്സിലാക്കുക, അതിനുവേണ്ടി പാർലമെന്റിൽ സമ്മതം ചെലുത്തുക, അങ്ങനെ പുതിയൊരു ചാർട്ടേഡ് ആക്ടുകൾ ഉണ്ടല്ലോ, അതുപോലെ പുതിയൊരു ചാർട്ടർ, അതായത് കമ്പനിക്കുള്ള നിർദ്ദേശങ്ങളാണ് ചാർട്ടേഡ് ആക്ടുകൾ എന്ന് പറയുന്നത്, ക്രിയേറ്റ് ചെയ്യുക. അതൊക്കെയായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷന് പർപ്പസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ചോദ്യം വന്നിട്ടുള്ള ഇന്ത്യൻ ലീഗിൽ നിന്നാണ്. ഇന്ത്യൻ ലീഗ് ആരാ സ്റ്റാർട്ട് ചെയ്തെന്ന ചോദ്യം? ശിശിർ കുമാർ ഘോഷ്. എന്തുകൊണ്ടാണ് ഇന്ത്യൻ ലീഗിന് ഒരു കുറച്ചും കൂടി ഒരു പ്രസക്തി വരുന്നിട്ടുള്ളത്? PSC ചോദിക്കാനുള്ള റീസൺ എന്താ? മറ്റ് അസോസിയേഷൻസിനെ പോലല്ല, ഈ ഒരു കാലഘട്ടം 1875 ആയി, വർഷം 1875. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു 10 കൊല്ലത്തെ വ്യത്യാസമേ ഉള്ളൂ. വിച്ച് മീൻസ് ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ദേശീയത വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ, രാഷ്ട്രീയ വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് വാദിച്ച ആൾക്കാരെ വരും. നേരത്തെയുള്ള അസോസിയേഷൻ കുറച്ചും കൂടി എലീറ്റ് ക്ലാസ്സിനിടയ്ക്കാണ്, വിദ്യാസമ്പന്നരായ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്കിടയിലെ പ്രവർത്തിച്ചെങ്കിൽ ഇന്ത്യൻ ലീഗ് കുറച്ചും കൂടെ താഴേക്കിടയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അതുകൊണ്ടാണ് PSC നെറ്റ് പിക്ക് ചെയ്ത് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ ഇന്ത്യൻ അസോസിയേഷനും നമുക്ക് സ്ഥിരം വരുന്നുള്ളതാണ്. ഇന്ത്യൻ അസോസിയേഷൻ നമുക്ക് ചോദിക്കുന്ന റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇത് ഉണ്ടാവുന്നതിന് മുമ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ അസോസിയേഷൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഓപ്ഷൻസ് ബ്രഹ്മസമാജ് ഉണ്ടെങ്കിൽ പോലും ബ്രഹ്മസമാജിനെ ചൂസ് ചെയ്യാൻ പാടില്ല, ഇന്ത്യൻ അസോസിയേഷൻ ആണ്. ഇത് ആക്ച്വലി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെ ആയിരുന്നു. ഇത് കാര്യം ഇത് പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മെർജ് ആവുക. പക്ഷെ ഈ കാലഘട്ടത്തിൽ ഇതിന്റെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ വേറെയാണ്. നമുക്ക് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. തൽക്കാലം പറഞ്ഞിരിക്കുക, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മുമ്പുള്ള സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പൊളിറ്റിക്കൽ പാർട്ടി ഏതെന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ നിസ്സംശയം പറയാം, ഇന്ത്യൻ അസോസിയേഷൻ ആണ്. ഇതിനെ സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ ബാനർജിയാണ്, SNB അല്ലെ. ആനന്ദമോഹൻ ബോസും അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്നു. രണ്ടുപേരും കൂടി ചേർന്നിട്ടാന്നുള്ള കാര്യം ഓർത്തിരിക്കുക, ഇന്ത്യൻ അസോസിയേഷൻ. അപ്പം ഏകദേശം ബംഗാൾ പ്രസിഡൻസിയിലെ ആൾക്കാരൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സ്പെക്ട്രത്തിനകത്ത് ഇത് ചവറ് പോലെ കൊടുത്തിട്ടുണ്ട്. അത്രയും നമുക്ക് PSCക്ക് വേണ്ട. ക്ലാസ് നോട്ട്സ് ഫോളോ ചെയ്യുക. നമുക്കിനി ബോംബെ പ്രസിഡൻസിയിലെ ആൾക്കാരെന്ന് പരിചയപ്പെട്ടാലോ? ഇവിടെ നമുക്ക് പൂന സാർവജനിക് സഭയിൽ നിന്ന് മാത്രമേ ചോദ്യം വന്നിട്ടുള്ളൂ. എന്നാലും ബാക്കിയുള്ള അസോസിയേഷൻസ് നിങ്ങൾ നോക്കി വെച്ചേക്കാം. ഫോർ എക്സാമ്പിൾ ബോംബെ അസോസിയേഷൻ ഉണ്ട്. ബോംബെ അസോസിയേഷൻ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോംബെയിലെ കുറെ പാർസികൾ കൂടെ ചേർന്നിട്ടുള്ള പ്രധാനമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ദാദാഭായ് നവറോജിയും ജംഷഡ്ജി ജയ്ജാഭായും ഒക്കെയാണ് പ്രധാനപ്പെട്ട റൂളേഴ്സ് എന്ന് പറയുന്നത്. നവറോജി ഫിർദോൻജി ഉണ്ട്. അപ്പം ഇവരുടെ മോഡസ് ഓപ്പറandi എങ്ങനെ ആയിരിക്കും? 1852 പീരീഡാണ്. ഇവരെങ്ങനെയാ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്? ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ ബ്രിട്ടീഷുകാരെ പറഞ്ഞ് മനസ്സിലാക്കാം, ബ്രിട്ടീഷുകാർ നമുക്ക് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ പുഴുങ്ങി തരും എന്നാണ് ഇവര് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇതൊക്കെ തെറ്റാണ്. ദാദാഭായ് നവറോജി പിന്നീട് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ദാദാഭായ് നവറോജി 1906 സ്വരാജ് വയ്ക്കുന്നത്. നമുക്ക് അങ്ങോട്ടേക്ക് വരാം. പക്ഷെ പൂന സാർവജനിക് സഭ വളരെ പ്രധാനപ്പെട്ട അസോസിയേഷൻ ആണ്. കണ്ടോ, വർഷം ശ്രദ്ധിച്ചു, 1870 ആയി. ഒരു 15 കൊല്ലം ഡിഫറൻസേ ഉള്ളൂ INC ആയിട്ട്. പിന്നെ ചോദ്യം ഇതാണ്, സാർവജനിക് സഭ, ഈ വാക്കിന്റെ അർത്ഥം എന്താ? സാർവജനിക് സഭ ഫോർ ഓൾ. യെസ്, എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ള സഭ, ഫോർ ഓൾ പീപ്പിൾ. അതായത് ഇതിനകത്ത് ആർക്കും പ്രവേശിക്കാം. ചാതുർവർണ്ണ സിസ്റ്റം, ഓൾ ക്ലാസസ് ആർ ഇൻക്ലൂഡഡ്, നോ ക്ലാസസ് ആർ റിനൗൺസ്ഡ്. ദാറ്റ്സ് ദ പോയിന്റ്. എല്ലാവർക്കും വേണ്ടി മഹാദേവ് ഗോവിന്ദ റനാഡെ പൂനെയിൽ സ്ഥാപിച്ച അസോസിയേഷൻ പൂന സാർവജനിക് സഭ. ഇതിൽ എല്ലാ ജാതി, മതം, വർഗം, കാസ്റ്റ്, ക്രീഡ്, ജെൻഡർ എല്ലാത്തിലുള്ള ആൾക്കാർക്ക് പ്രവേശനമുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങൾ കുറച്ചും കൂടെ എക്സ്ക്ലൂസീവ് ആണ്. ഈ അസോസിയേഷൻ ഇത്രയും PSC ചോദിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അസോസിയേഷൻ ഇല്ലായിരുന്നെങ്കിൽ ബാലഗംഗാധര തിലക് ഉണ്ടാവില്ലായിരുന്നു, ഫിറോസ് ഷാ മേത്ത ഉണ്ടാവില്ലായിരുന്നു. ഇവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് ഇങ്ങനൊന്നും ആവത്തില്ലായിരുന്നു. കാര്യം ഭാവിയിൽ നമ്മൾ കാണാൻ പോകുന്ന പ്രഗത്ഭരായിട്ടുള്ള ലീഡേഴ്സിനൊക്കെ പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് ഈ സ്ഥാപനത്തിനാണ്. ഗോവിന്ദ റനാഡയുടെ അണ്ടറിലാണ് ഇവരൊക്കെ പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ നേടുന്നത്, ഗോഖലെ അടക്കം. ഗോഖലെയുടെ ഗുരു ആരാ? ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ഗുരു ആരാ? പൊളിറ്റിക്കൽ ഗുരു ഓഫ് ഗോഖലെ.
ഗാന്ധിജിയുടെ ഗുരു ഗോഖലെ, ഗോഖലയുടെ ഗുരു റെനാഡെ. വെരി ഗുഡ്, വെരി ഗുഡ്. റെനാഡെ. റെനാഡെ ഇല്ലായിരുന്നെങ്കിൽ ഗാന്ധിജിക്ക് പോലും ഇപ്പം കാണുന്ന പേഴ്സോണ ഉണ്ടാവും എന്നുള്ളൊരു സംശയമാണ്. അത്രയ്ക്ക് ദീർഘവീക്ഷണമുള്ള വ്യക്തിയായിരുന്നു റെനാഡെ. ഇദ്ദേഹത്തിന്റെ വൈഫ് അടിപൊളിയാണ്, കുറെ സോഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മൾ അതിനെ പറ്റിയും പഠിക്കും. ഓക്കെ. സോഷ്യലിസ്റ്റ് റിഫോം മൂവ്മെന്റ്സിനകത്ത് റെനാഡെ, മിസിസ് റെനാഡെ നമ്മൾ അവിടെ പരിചയപ്പെടും. അപ്പം ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ എന്ന മറ്റൊരു അസോസിയേഷൻ ഉണ്ട്. അതിന്റെ ലീഡേഴ്സ് ആയിരുന്നു ഫിറോഷ മേത്ത, ബദ്രുദ്ദീൻ ത്യാബ്ജി, കെ.ടി. തിലാങ്. ഓക്കെ. ഇവരും ലിറ്റന്റെ ഒരു പീരീഡ് ശ്രദ്ധിച്ചറിയാം. ലിറ്റന്റെ റിയാക്ഷണറി പോളിസീസിന് എതിരായിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ്. ഇവരും കൊണ്ട് കുറച്ച് റാഡിക്കൽസാ. കാര്യം 1885 ആയി, കോൺഗ്രസ് ഉണ്ടാവേണ്ടത് ദേശീയത കുറച്ചുകൂടെ മെച്ചുവർ ആയിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. സോ ദിസ് ഈസ് ദ തിങ് ഹിയർ. മദ്രാസ് പ്രസിഡൻസി ജസ്റ്റ് നോക്കാം. മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ നമുക്ക് ചോദ്യം വന്നിട്ടുള്ളതാണ് UPSC-യിൽ, അതുകൊണ്ട് PSC-യിൽ വരും. ഇത് ഗാസിലു ലക്ഷ്മണസാരു ചെട്ടിയാണ് മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ സ്ഥാപിച്ചിട്ടുള്ളത്. ഇവിടെ ആ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുള്ള എങ്ങനെയാണെന്ന് ഞാൻ പറയാം. കാര്യം മദ്രാസ് മഹാജൻ സഭ നമുക്ക് PSC-യിലും ചോദിച്ചിട്ടുള്ള. മദ്രാസ് മഹാജൻ സഭ G. സുബ്രഹ്മണ്യം അയ്യർ, P. ആനന്ദാചാര്യ, M. വീരരാഘവാചാര്യ, ഇവരാണ് മദ്രാസ് മഹാജൻ സഭ ആരംഭിച്ചത്. UPSC-യിൽ വന്ന സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്രാസ് മഹാജൻ സഭ വാസ് സ്റ്റാർട്ടഡ് ബൈ ഗാസുലു ലക്ഷ്മണസാരു ചെട്ടി എന്നുള്ളതായിരുന്നു. രണ്ടും പേര് സിമിലർ. മദ്രാസ് നേറ്റീവ് അസോസിയേഷനും മഹാജൻ സഭയും, നേറ്റീവ്, മഹാജൻ, അതൊക്കെ വളരെ സിമിലർ ആയിട്ടുള്ള പേരാ, സിനോണിമസ് ആ. അസോസിയേഷൻ, സഭ. പക്ഷെ രണ്ട് സെറ്റപ്പ് ആവുന്ന ഒരു കാര്യം അറിഞ്ഞിരിക്കുക. മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ ആരെന്ന് വെച്ചാൽ ഗാസുലു ലക്ഷ്മണസാരു ചെട്ടിയാണ് എന്നുള്ള കാര്യം തന്നെ ഓർത്തിരിക്കുക. ഓക്കെ. ആ വർഷം PSC-യുടെ PYQ പഠിച്ചുകൊണ്ട് പോയ UPSC പിള്ളേർക്ക് ഇതിന് ഉത്തരം കിട്ടിയായിരുന്നു. നമ്മുടെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റിൽ അത്ര ഹൈലൈറ്റ് ചെയ്തല്ല കൊടുത്തിട്ടുള്ളത്. ഓക്കെ. നമുക്ക് ഇന്ത്യയുടെ പുറത്തുള്ള ചില അസോസിയേഷൻസ് ഉണ്ട്, നിങ്ങൾ വായിച്ചു നോക്കുക. ഇതിൽ നമുക്ക് സ്ഥിരം വരുന്ന ഒരു അസോസിയേഷൻ ഏതാ? ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷന്റെ സ്ഥാപകൻ ആരാ? കഴിഞ്ഞ KS-ലും ചോദിച്ചതാന്ന് തോന്നുന്നു. യെസ്, ദാദാഭായ് നവറോജി. പ്രിലിംസിൽ ചോദിച്ചതാ, ദാദാഭായ് നവറോജി. ഈ അസോസിയേഷൻസ് ഒക്കെ, അതായത് ഇന്ത്യയുടെ പുറത്ത് അവർ സ്ഥാപിച്ചിട്ടുള്ളത്. ദാദാഭായ് നവറോജി ഒക്കെ ഓപ്പറേറ്റ് ചെയ്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിൽ പോയിട്ട് ഇംഗ്ലണ്ടിലെ ജനതയെ ഇന്ത്യയുടെ പ്രശ്നം പറഞ്ഞാൽ മനസ്സിലാക്കാം. അപ്പൊ അവിടുത്തെ ജനത അവിടുത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റിനെ പ്രഷറൈസ് ചെയ്യും. അവർ ഇന്ത്യക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ടാണ് ദാദാഭായ് നവറോജി ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് മത്സരിക്കുന്നത്, അല്ലെ? അതായത് ഹൗസ് ഓഫ് കോമൺസിൽ ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമാവുന്ന ആദ്യത്തെ ഇന്ത്യക്കാരാ? ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമാവുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ദാദാഭായ് നവറോജി. വെരി ഗുഡ്, നിങ്ങൾക്ക് കാര്യം അറിയാം. അപ്പൊ അതിന്റെയൊക്കെ ചരിത്രം ഇവിടം തൊട്ടേ ആരംഭിക്കുന്നുണ്ട്. നവറോജി അത്യാവശ്യം റിച്ച് ആയിരുന്നു, നല്ല കാശുള്ള വീട്ടിലെയാ. നല്ല ഇതിൽ ഏറ്റവും റിച്ച് ആയിട്ടുള്ള പാർസി, ഇപ്പൊ ടാറ്റയും ഒക്കെ പാർസിക്കാരാ, നിങ്ങൾ മനസ്സിലാക്കണം. പാർസി റിലീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ആൻഡ് പ്രോഗ്രസീവ് ആണ്, വളരെ പ്രോഗ്രസീവ് ആണ് അവര്. ആ റിലീജിയനിലെ മെമ്പർ ആണ് ദാദാഭായ് നവറോജി. അദ്ദേഹത്തിന്റെ ഫാമിലിയുടെ സ്വത്തും അദ്ദേഹത്തിന്റെ ആരോഗ്യവും സമയവും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തത് ഇംഗ്ലണ്ടിൽ പോയിട്ട് ഇന്ത്യയുടെ കാര്യത്തിന് വേണ്ടി ക്യാമ്പയിൻ നടത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇവിടുത്തെ ഒരു വൈരുദ്ധ്യാത്മകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നവറോജിയും വിശ്വസിച്ചിരുന്നത് എന്താ? ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാർക്ക് വേണ്ടി നല്ലത് ചെയ്യാതിരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് അദ്ദേഹം കഷ്ടപ്പെട്ട് ബ്രിട്ടനിൽ പോയിട്ട് ഇലക്ഷൻ ചെയ്തത്. ആദ്യത്തെ ഇലക്ഷനിൽ അങ്ങനെ 8 നില പൊട്ടി. പിന്നെ രണ്ടാമത്തെ ഇലക്ഷനിൽ വളരെ കഷ്ടപ്പെട്ട് അദ്ദേഹം ജയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 1881 ഒക്കെ അദ്ദേഹം സത്യം തിരിച്ചറിയുന്നുണ്ട്. ബ്രിട്ടീഷ് ഗവൺമെന്റ് വെറും ഉടായ്പാണ്. പണ്ട് ഇദ്ദേഹത്തിന് ബ്രിട്ടീഷ് ഗവൺമെന്റ് അടിപൊളിയാണെന്നാണ് നമുക്കറിയാം. മറ്റേ ഇന്ദുലേഖ നോവൽ വായിക്കണം, അതിനകത്ത് നായകൻ മാധവനും നായിക ഇന്ദുലേഖയും പറയുന്ന ഒറ്റ കാര്യമാണ്, ബ്രിട്ടീഷ് ഗവൺമെന്റ് അടിപൊളിയാണ്, വേറെ ലെവലാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റ് എതിരാണ് നമ്മൾ പ്രവർത്തിക്കാനോ പെരുമാറാനോ പാടില്ലെന്നാണ് മലയാള നോവൽ ആദ്യത്തെ നായകൻ പറയുന്നത്. ഇന്ദുലേഖ അത് അംഗീകരിക്കുന്നുണ്ട്. ഇതൊക്കെ ചന്തുമേനോൻ തന്നെ പറയുന്ന കാര്യങ്ങളാണ്. ചന്തുമേനോന്റെ പ്രതിപുരുഷനാണല്ലോ മാധവൻ എന്ന് പറയുന്നത്. അപ്പൊ ആ കാലഘട്ടത്തിലെ സെൻസിബിലിറ്റി അതാ, ബ്രിട്ടീഷുകാര് വളരെ നന്മയുള്ള ആൾക്കാരാന്നുള്ളതാ. പക്ഷെ പിന്നീട് നമ്മൾ സത്യം തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാ, ആ നോവലില് 1857 റിവോൾട്ടിനെ അടച്ചാക്ഷേപിക്കുക, ഇതൊരിക്കലും നടക്കാൻ പാടില്ലായിരുന്നു. 1857 ശിപ്പായിമാരെ കാണിച്ച് തെറ്റായി എന്നാണ് ആദ്യത്തെ മലയാള നോവലിലെ നായകൻ പറയുന്നത്. അന്നത്തെ ഒരു ചിന്താഗതി അതാണ്. പക്ഷെ പിന്നീട് നമുക്ക് സത്യം തിരിച്ചറിയുന്നുണ്ട്, ബ്രിട്ടീഷുകാർ വേറെ ഉടായ്പാണ്, പക്ക ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് 1881 ദാദാഭായ് നവറോജി വളരെ ബ്രേവ് ആയിട്ടൊരു ഡിക്ലറേഷൻ നടത്തുന്നുണ്ട്. ദാറ്റ് ഇന്ത്യയെ മുടിപ്പിക്കാൻ വന്ന പൈശാചികമായിട്ടുള്ള ഒരു ശക്തിയാണ് ബ്രിട്ടീഷുകാരെന്ന് നവറോജി തുറന്നടിക്കുന്നുണ്ട്. ദാറ്റ്
ബ്രിട്ടീഷ് റൂൾ വാസ് an everlasting increase and everyday increase in foreign invasion. ബ്രിട്ടീഷുകാർ ഇന്ത്യയെ നശിപ്പിക്കാൻ വന്ന വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൈദേശിക ആധിപത്യമാണ് എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ പ്രോപ്പർ മലയാളം ട്രാൻസ്ലേഷൻ കിട്ടത്തില്ല. കാര്യം ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചത് KASന്റെ മെയിൻസിലാണ്, സോറി പ്രിലിംസ് എക്സാമിലാണ്. ഈ പ്രസ്താവന ആരുടെയാണെന്ന് ചോദിച്ചത്. ആ പ്രിലിംസ് എക്സാമിൽ ഇംഗ്ലീഷിൽ മാത്രമേ ചോദ്യങ്ങളുള്ളൂ, മലയാളത്തിൽ ട്രാൻസ്ലേഷൻ ഇല്ല. അതുകൊണ്ട് ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. നവറോജിയുടെ കൊട്ടേഷൻ ആണ്. ഓക്കെ, അഡീഷണൽ ഫാക്ടുകൾ കുറച്ചുകൂടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ഇത്രയും നമുക്ക് ഡെപ്തിൽ വരില്ല എന്ന് പ്രതീക്ഷിക്കുക, എന്നാലും കിടക്കട്ടെ, വഴിക്ക് പോവല്ലേ. ഇത്രയും കോണ്ടെക്സ്റ്റ് ക്ലിയർ ആണോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മുമ്പുള്ള ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം വ്യക്തമാണോ? അപ്പൊ കോൺഗ്രസ് അല്ല ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടി എന്നുള്ളൊരു കാര്യത്തിൽ ഇപ്പൊ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഇന്ന് തന്നെ പോയിട്ട് റാങ്ക് ഫയലിലുള്ള ആ ഒരു ഫാക്ട് നിങ്ങൾ വെട്ടിക്കളയണം. ഓക്കെ, നമുക്കിനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു ചരിത്രം പഠിക്കാം.